പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ക്യാബേജിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് ഉണ്ടാക്കാൻ എളുപ്പവും ഒരു വെറൈറ്റി ടേസ്റ്റുമുള്ള റെസിപ്പിയാണ്. ഇതുണ്ടാക്കാനായിട്ട് ഇടത്തരത്തിലുള്ളൊരു ക്യാബേജ് കുറച്ച് നീളത്തിൽ അരിയണം. എന്നിട്ടൊരു പാനിൽ 1 സ്പൂൺ ഓയിൽ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇടുക. ഉഴുന്നുപരിപ്പ് ഇട്ട് കഴിയുമ്പോൾ ഫ്ലെയിം ലോയിലാക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഈ ഉഴുന്നുപരിപ്പ് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതോ അല്ലെങ്കിൽ അരിഞ്ഞതോ ചേർക്കുക. ഇങ്ങനെ വെളുത്തുള്ളി ചേർക്കുമ്പോൾ ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. വെളുത്തുള്ളി കുറച്ച് മൂക്കണം. അത് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് ചതച്ചത് ഇടുക. ഇവിടെ നമ്മൾ പച്ചമുളകൊന്നും ഉപയോഗിക്കുന്നില്ല. മുളക് ചതച്ചത് ഇട്ടതിന് ശേഷം അതിനോടൊപ്പം അതിനോട് 1 സബോള അരിഞ്ഞതും കൂടി ഇട്ട് വഴറ്റണം. മുളക് ചതച്ചതിന് പകരം മുളക് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ സബോളയും കൂടി ഇട്ട് ഒന്ന് വഴന്നതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റണം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറണം. എല്ലാം ഒന്ന് വഴന്ന് കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് ക്യാബേജ് ചേർക്കാനായിട്ട്. ഇപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് കൂടി ഇട്ട് ഇളക്കണം. കാരണം ഈ പൊടികളൊക്കെ എല്ലായിടത്തും ഒന്ന് ആകണം. ക്യാബേജ് നമ്മളിവിടെ അടച്ചു വെക്കുന്നില്ല, കാരണം ഇതിനകത്തെ വെള്ളം കൊണ്ട് തന്നെ ഇത് വെന്തോളും. ഇങ്ങനെ ക്യാബേജ് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ഇടുക. ഗരം മസാലയും ഇട്ട് കഴിഞ്ഞ് നന്നായി ഇളക്കുക. ഇങ്ങനെ ഇളക്കി 1-2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതെടുത്ത് ഉപയോഗിക്കാം. എന്നാൽ ഇത് കൂടുതൽ ടേസ്റ്റ് വരാൻ വേണ്ടി ഒരു വെറൈറ്റി ടേസ്റ്റിനായിട്ട് ഇതിലേക്ക് 1/2 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് കൂടി ഇടുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഗ്രീൻ പീസ് എന്ന് പറയുന്നത് പ്രോട്ടീനും അതുപോലെ അനേക വൈറ്റമിൻസും ഉള്ള ഒരു വെജിറ്റബിളാണ്. അപ്പോൾ ഈ ഗ്രീൻ പീസും കൂടി ഇട്ട് കുറച്ച് നേരം ഇളക്കി ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് ഒന്നുകൂടെ വേവിക്കണം. ഇവിടെ അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കണം. റെഡിയാകും. ഒരു ക്യാബേജ് മെഴുക്കുവരട്ടി എന്ന് വേണമെങ്കിലും പറയാം. ഇത് ഉണ്ടാക്കാൻ എളുപ്പവും കഴിക്കാൻ രുചികരവുമാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു നല്ല റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.